ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള 10 ക്ലീനിങ് ടിപ്സുമായിട്ടാണ്. നമ്മുടെ ഫസ്റ്റ് ടിപ്പ്, സ്വിച്ച് ബോർഡൊക്കെ നല്ല സൂപ്പറായിട്ട് പുതിയതായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് സാനിറ്റൈസറും ഒരു കോട്ടൺ ക്ലോത്തുമാണ്. ഇപ്പം എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് നമ്മുടെ സാനിറ്റൈസർ. അപ്പോൾ കോട്ടൺ ക്ലോത്തിൽ നമ്മൾ കുറച്ച് സാനിറ്റൈസർ ആക്കിയ ശേഷം നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ നല്ലപോലെ ഒന്ന് തുടച്ച് കൊടുത്താൽ നമ്മുടെ പുതിയതായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഒന്ന് കോട്ടൺ ക്ലോത്ത് കൊണ്ട് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സ്വിച്ചൊക്കെ ഇങ്ങനെ ഓൺ ചെയ്തിട്ട് ആ ഒരു ഉള്ളിലുള്ള ഭാഗം കൂടെ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടും. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ബാത്റൂമിൻ്റെ ഡോറിൻ്റെ ബാക്ക് സൈഡിൽ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അത് മിക്കവാറും ബാത്റൂമൊക്കെ എല്ലാവരും ക്ലീൻ ചെയ്താലും ഡോറ് ചിലപ്പം വിട്ടുപോകാറുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ വാഷിംഗ് പൗഡർ, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് വിനെഗറും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മിക്സ് നമ്മൾ സ്ക്രബ്ബറിലോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇങ്ങനെ ഒരു ഷോളാണ് കേട്ടോ. അപ്പോൾ ഇതിനെ കൊണ്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രബ്ബറാണ് നല്ലതെന്ന് തോന്നുമെങ്കിൽ അതെടുത്താൽ മതി. അപ്പോൾ അത് നമ്മൾ ആദ്യം എല്ലായിടത്തും ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആ ഒരു സ്ക്രബ്ബറിൽ വെള്ളം മുക്കിയ ശേഷം ഒന്നുകൂടെ ഇങ്ങനെ നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ സോപ്പൊക്കെ വീണിട്ട് നല്ല പോലെ ഒരു കളറായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മളിങ്ങനെ നല്ല പോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം വെള്ളം കൊണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ അത് ആ കണ്ണാടി പോലെ നമുക്ക് നല്ല ക്ലീനായിട്ട് കിട്ടും. അടുത്തതായിട്ട് നമ്മുടെ അലൂമിനിയം ഫോയിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ അലൂമിനിയം ഫോയിൽ നമുക്ക് ചെറിയൊരു പീസ് എടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പം ഫുഡിനൊക്കെ യൂസ് ചെയ്തതിൻ്റെ ആ ഒരു പീസ് എടുത്താലും മതി. അപ്പം ചെറുതായിട്ട് നമ്മൾ സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ തുരുമ്പ് വരുന്നതായിട്ട് കാണാം. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ നല്ല സ്ക്രബ്ബർ യൂസ് ചെയ്യുമ്പോൾ അത് അതേപോലെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ വണ്ടിയുടെ മുകളിലുള്ള ചെറുതായിട്ട് റസ്റ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അടുത്ത നമ്മുടെ ക്ലീനിങ് ടിപ്പ്, നമ്മുടെ പാത്രങ്ങളിലൊക്കെ പിടിച്ചിരിക്കുന്ന കറ കളയാൻ നമ്മൾ നല്ല പോലെ ബുദ്ധിമുട്ടാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പല വഴി ഉപയോഗിച്ചിട്ടും പോകാത്ത ചില കറകൾ കാണും. അത് നമ്മുടെ ഈ മുട്ടയുടെ തോല് നല്ല പോലെ പൊടിച്ചെടുത്ത ശേഷം അത് നമ്മൾ പാത്രത്തിലിട്ടിട്ട് സ്ക്രബ്ബറൊന്നും യൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ മുട്ടയുടെ തോടായതുകൊണ്ട് നമ്മുടെ കൈക്കൊന്നും ഒരു കേടും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കൈ തന്നെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കഴുകിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മളിങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം നല്ല പോലെ റബ്ബ് ചെയ്തെടുത്താൽ നമ്മളെ പാത്രത്തിലുള്ള കറയൊക്കെ നല്ല പോലെ മാറിക്കിട്ടും. ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നേരത്തെ കാണിച്ച പാത്രമാണിത്. ഇതാ പുതിയ പോലെ ഇരിക്കുന്നില്ലേ. അടുത്തതായിട്ടുള്ളൊരു ടിപ്പാണ്, നമ്മൾ മിക്കവാറും ഈ സ്റ്റിക്കറുകളൊക്കെ നമ്മൾ കുപ്പിൻ്റെ മുകളിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗം അവിടെ തന്നെ കാണും. അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലൊന്ന് കുറച്ചാക്കി അവിടെ ചെറുതായിട്ട് മെല്ലെ, നല്ലപോലെ പ്രസ് ചെയ്യൊന്നും വേണ്ട, മെല്ലെ ഇങ്ങനെ കുറച്ച് നേരം പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ ആ ഗമ്മൊക്കെ ഈസി ആയിട്ട് തന്നെ ഇളകി വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഒരു പാട് ഒന്നും വരത്തില്ല. പിന്നെ നമുക്ക് നല്ലപോലെ സോപ്പ് യൂസ് ചെയ്തിട്ട് കഴുകിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇനി അത് റിമൂവ് ചെയ്യാം.
ഇനി മിക്കവാറും നമ്മളെ തലവേദന പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ് നല്ല വെള്ള ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ ഇനി മഞ്ഞളിൻ്റെ കറ പിടിക്കുന്നത്. കറിയൊക്കെ ആയാൽ ആ കറ പിന്നെ പോവുകയില്ല. ഇപ്പോൾ ഈ ഒരു കറ എന്ന് പറയുന്നത് കുറച്ച് മുന്നേ ആയതാണ്. അപ്പോൾ ഞാൻ അലക്കിയിട്ടും പോവാതെ ഇരുന്ന് അതങ്ങനെ വെച്ചതുകൊണ്ട് ഇനി ഇത് പോയി കിട്ടാൻ കുറച്ചൊരു പാടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്ത് നോക്കുന്നത് നമ്മുടെ സോപ്പ് സൊല്യൂഷൻ ഏതെങ്കിലും അല്ലെങ്കിൽ സോപ്പ് പൊടി ഒന്ന് കലക്കിയിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് നേരം അങ്ങനെ വെച്ച ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്കിനി വിനെഗർ ചേർത്ത് കൊടുക്കണം. നമ്മൾ വൈറ്റ് വിനെഗർ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മൾ നോർമൽ നമ്മൾ കിട്ടുന്ന ആ ഒരു സിന്തറ്റിക് വിനെഗർ യൂസ് ചെയ്താലും മതി. അപ്പോൾ വിനെഗർ നമ്മൾ അതിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു ആസിഡ് അതിലാക്കുമ്പം വീണ്ടും നമുക്ക് കാണാം ആ റെഡ് കളർ മാറി യെല്ലോ തന്നെയാവും. അപ്പോൾ ഇതിന് ശേഷം കുറച്ച് നേരം വെച്ചിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക. എന്നിട്ടും എനിക്ക് ആ കറ പോയില്ല. കുറച്ച് മുന്നേ ഉള്ള കറ ആയതുകൊണ്ട് ഒന്ന് ലൈറ്റായി ആ യെല്ലോ കളർ. അപ്പം ഞാൻ വേറൊരു നല്ലൊരു ടിപ്പാണ്. ഇതിപ്പോൾ കുറച്ച് മുന്നേ ഉള്ള കറയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയതാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ വിനെഗർ ചെയ്താൽ നമുക്ക് മാറി കിട്ടാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനിതിൽ ബേക്കിംഗ് സോഡ, സോപ്പ് പൊടി, പിന്നെ നല്ല പോലെ തിളച്ച വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. കുറച്ച് വിനെഗറും ചേർത്തിട്ട് ഒരു 2 മണിക്കൂർ ഇങ്ങനെ നമ്മൾ ആ ക്ലോത്ത് നമ്മളെ കറയൊക്കെ ഉള്ള ഭാഗം നല്ല പോലെ ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സോക്ക് ചെയ്തെടുത്ത ശേഷം നമ്മൾ വാഷ് ചെയ്തപ്പോൾ നമ്മുടെ കറ കംപ്ലീറ്റ് ആയിട്ട് പോയി. നല്ല പോലെ വെയിലുള്ള സ്ഥലത്ത് വെച്ച് ഉണക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മിററൊക്കെ അടിപൊളിയായിട്ട് പുതിയ പോലെ ആക്കിയെടുക്കാനുള്ളൊരു ഈസി ടിപ്പാണ്. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ മിററിൽ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം തളിച്ച ശേഷം നമ്മൾ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചുരുട്ടി മിററിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഇങ്ങനെ തുടച്ചു കൊടുത്താൽ മതി. വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. ഞാൻ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവും നിങ്ങളുടെ മിററൊക്കെ നല്ല വെട്ടിത്തിളങ്ങും, നല്ല പുതിയ മിറർ പോലെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അത്. ചെറിയ മക്കളൊക്കെ ഉള്ള വീടുകളിൽ ചുമരിൻ്റെ മുകളിൽ ഇതേപോലെ കലാപരിപാടികൾ നടത്താത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഈസി ആയിട്ടൊരു ടിപ്പുണ്ട്. പെർഫ്യൂം നമുക്ക് ഇഷ്ടമല്ലാത്ത മണമുള്ളതോ അല്ലെങ്കിൽ പഴയതായിട്ട് മാറ്റി വെച്ച ഏത് പെർഫ്യൂമും നമുക്ക് യൂസ് ചെയ്യാം. അത് ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഒരു ടർക്കി യൂസ് ചെയ്തിട്ട് മെല്ലെ ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കുറച്ച് നേരം ഒന്ന് മെല്ലെ ഇങ്ങനെ തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ തവണ പോയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് തുടച്ചെടുക്കാം. നമ്മൾ ചുമരിൻ്റെ മുകളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ മുകളിലും നല്ല വെള്ള ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ചിത്രം വരച്ച് വെക്കുന്ന കുഞ്ഞു കുട്ടികൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഹാൻഡ് വാഷ്, ഏത് ഹാൻഡ് വാഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പം ചന്ദ്രികൻ്റെ ഹാൻഡ് വാഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു 10 മിനിറ്റ് നമ്മൾ ഹാൻഡ് വാഷ് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ വെക്കുക. പിന്നെ ഞാൻ കുറച്ച് സാനിറ്റൈസറും കൂടെ അതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ വെച്ചു. എന്നതിന് ശേഷം ഇതുപോലെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ മെല്ലെ ഇങ്ങനെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇതിന് പകരം നമ്മുടെ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ടും ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ വാഷ് ചെയ്തെടുത്താൽ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് മാറിക്കിട്ടും. അപ്പോൾ ഇനി നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുത്താലും മതി. അടുത്ത നമ്മുടെ ടിപ്പ് നമ്മുടെ ചുണ്ണാമ്പ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ഇതിന് 100 എന്നൊക്കെ പറയും. നമ്മൾ വെറ്റിലേൻ്റെ മുകളിലൊക്കെ ആക്കിയിട്ട്
അതാണ് ഇത്. അപ്പോൾ അത് നമ്മൾ എടുത്ത ശേഷം അത് നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ചുണ്ണാമ്പ് വെള്ളമാക്കി എടുക്കണം. ലൈം വാട്ടർ ആക്കിയിട്ട് നമ്മൾ മാറ്റണം. അപ്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ തുരുമ്പ് വന്ന് ചെറിയ കത്തികളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ള കത്തികളൊക്കെ കുറേ കാലം ഇരുമ്പിൻ്റെ കത്തികളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ നിറയെ തുരുമ്പ് പിടിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കുന്ന കത്തികളൊക്കെ ഇതേപോലെ ഇങ്ങനെ ചുണ്ണാമ്പ് വെള്ളത്തിലാക്കി ഇട്ട് വെച്ച ശേഷം നല്ലപോലെ തുടച്ചെടുത്ത ശേഷം നമ്മൾ സൂക്ഷിച്ച് വെക്കാം. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് എന്താണ് ഈ ചുണ്ണാമ്പ് എന്നുള്ളത്. ഞാൻ ഇതിന് മുന്നേ ചെറി എങ്ങനെ നമുക്ക് ബേക്കറിയിൽ കിട്ടുന്ന പോലെ ചെറിയാക്കി എടുക്കാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മിക്കവാറും ആൾക്കാർ ചോദിച്ചിരുന്ന ഒരു ഡൗട്ടാണ് എന്താണ് ചുണ്ണാമ്പ്, സ്ലേക്കട്ട് ലൈം എന്താണ്, അങ്ങനെ ഒരുപാട് ഡൗട്ട് അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ സൈക്കിളൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കക്കയില്ല, നമ്മൾ ഷെല്ലൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള അതാണ്. അത് നമ്മൾ ചൂടാക്കിയിട്ട് കാൽസ്യം ഓക്സൈഡാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ പ്രോസസ്സ് ചെയ്ത് ചൂടാക്കിയെടുത്ത കാൽസ്യം ഓക്സൈഡിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മുടെ സ്ലേക്കട്ട് ലൈം കിട്ടുന്നത്. അതേപോലെ വീണ്ടും നമുക്ക് ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിലങ്ങനെ അതിൻ്റെ ഒരു സൈക്കിൾ ജസ്റ്റ് ഒന്ന് കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഒരു മണിക്കൂറോളം നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ള ഈ ഒരു കത്തിയൊക്കെ നമ്മൾ നല്ല പോലെ ഒന്ന് തുടച്ച് വെള്ളമൊന്നുമില്ലാതെ ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ മിക്കവാറും തുരുമ്പൊക്കെ ഇളകി വന്നിട്ടുണ്ടാവും കേട്ടോ. തുരുമ്പ് പിടിക്കാതിരിക്കാനുള്ള ടിപ്പാണ് കേട്ടോ, അല്ലാതെ തുരുമ്പ് കംപ്ലീറ്റ് ആയിട്ട് കളയാനുള്ള ടിപ്പല്ല. എന്നാലും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തുരുമ്പ് നല്ല പോലെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാവർക്കും ഈ ടിപ്സൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.